नमस्ते प्रिय छात्राः, रुद्र आर्ट् स्कूल् प्रति सर्वेषां सुस्वागतम्। नवमकक्ष्यायाः संस्कृतपाठपुस्तके प्रथमम् एककं पल्लवं वयं पूर्णतया पठितवन्तः। अधुना अग्रिमम् एककं पलाशं प्रति गच्छामः। द्वितीयम् एककं पलाशम्। आमुखम्। पल्लवितोऽयं संस्कृतद्रुमः अत्र सम्पूर्णविकसितैः पलाशकैः विलसति। പലാശനാമകെ അസ്മിന്നേകകെ ഭോജ്യമേവ വിഷയഃ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തളിരിട്ടു എന്ന് പറഞ്ഞു. തളിരാണ് കഴിഞ്ഞ ക്ലാസ്സിലെ പല്ലവം എന്ന ഏകകത്തിന്റെ പേര് അല്ലെ. ആ തളിരിട്ട സംസ്കൃത ദ്രുമം, ആ സംസ്കൃത വൃക്ഷം അത്ര സമ്പൂർണ്ണ വികസിതൈഹി, പൂർണ്ണമായി വികസിച്ചിട്ടുള്ള പലാശകൈഹി, പച്ചിലകൾ, നല്ലോണം വലുതായിട്ടുള്ള, വളർന്ന് വലുതായിട്ടുള്ള പച്ചിലകളോടെ വിലസതി, ശോഭിക്കുന്നു. പല്ലവിതോയം സംസ്കൃതദ്രുമഃ അത്ര സമ്പൂർണ്ണ വികസിതൈഹി പലാശകൈഹി വിലസതി. തളിരിട്ട സംസ്കൃതദ്രുമം, സംസ്കൃത വൃക്ഷം ഇവിടെ സമ്പൂർണമായി വികസിച്ച് നല്ല പച്ചിലകളായിട്ട് വിലസിക്കുന്നു. പലാശനാമകെ അസ്മിൻ ഏകകെ, പലാശം എന്ന് പേരായിട്ടുള്ള ഈ ഏകകത്തില് ഭോജ്യമേവ വിഷയഃ, ഭക്ഷണമാണ്, ഭോജ്യമാണ് വിഷയമായിട്ട് വരുന്നത്. അത്ര ത്രയഃ പാഠാഃ സന്തി. ത്രയഃ പാഠാഃ സമാകലിതാഃ, 3 പാഠങ്ങളാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഹിതമിത ഭോജ്യാനാം തഥാ വ്യായാമാനാം ച പ്രാധാന്യപ്രതിപാദകാനി സുഭാഷിതാനി സമാഹൃത്യ സുഖജീവനം നാമകഃ പാഠഃ ബുഭുക്ഷാവിഷയിക ക്ഷുധാജ്ഞാനപ്രദായിനി നാമിക ലഘുചമ്പു തഥാ ഭൈക്ഷ്യ വൈവിധ്യ പ്രതിപാദകഃ ഹിതമേവാശ്നുയാത് സദാ ഇതി സംഭാഷണാംശശ്ച. ഏതൊക്കെയാണ്? ഒരു സുഭാഷിതങ്ങളെല്ലാം ആരോഗ്യ സംബന്ധിയായിട്ടുള്ള, ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, വ്യായാമത്തെ കുറിച്ച് പറയുന്ന 4 സുഭാഷിതങ്ങൾ അടങ്ങുന്ന സുഖജീവനം എന്ന് പറഞ്ഞൊരു പാഠവും, അതേപോലെ ബുഭുക്ഷ, വിശപ്പ്, വിശപ്പിനെ വിഷയമാക്കിയിട്ടുള്ള ഒരു ലഘുചമ്പുവും, അതുപോലെ ഹിതമേവ അശ്നുയാത് സദാ എന്ന ഒരു സംഭാഷണ ഭാഗവുമാണ് നമുക്ക് 3 പാഠങ്ങളിലായിട്ട് പഠിക്കാനുള്ളത്. ഹിതസ്യ മിതസ്യ ഭോജ്യസ്യ ആദാനപ്രദാന വിഷയേ സന്മാർഗം പ്രദർശയതി ഏകകമിതം. ഹിതസ്യ, ഹിതം, ശരീരത്തിന് ഹിതമായത്, ദോഷം ചെയ്യാത്തത്, നല്ലത്. മിതസ്യ, മിതമായ രീതിയിലുള്ള ഭോജ്യസ്യ, ഭക്ഷണത്തിന്റെ ആദാനപ്രദാന വിഷയേ, കൊടുക്കൽ വാങ്ങലുകൾ, നമ്മൾ അത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ള, നമ്മുടെ ശരീരം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെയൊക്കെ നേരായിട്ടുള്ള സന്മാർഗം, ആ ഒരു വിഷയത്തില് സന്മാർഗം പ്രദർശയതി ഏകകമിതം. ഈ ഏകകത്തിലൂടെ അതിലേക്കുള്ള ശരിയായ വഴി നമുക്ക് കാണിച്ചു തരികയാണ് ഈ 3 പാഠങ്ങളിലൂടെ. നമുക്ക് ഇതിലെ 1ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. സുഖജീവനം. പാഠപ്രവേശഃ. പ്രകൃതേഃ സുസ്ഥിതൗ സർവേഷാം സുസ്ഥിതിഃ സംഭവതി. സർവേ ജന്തവഃ സ്വജീവനായ പരസ്പരം ആശ്രയന്തി. പ്രകൃതേഃ സുസ്ഥിതൗ സർവേഷാം സുസ്ഥിതിഃ സംഭവതി. നമ്മൾ കഴിഞ്ഞ 2 പാഠങ്ങളിലായിട്ട് പ്രകൃതിയെ കുറിച്ചും അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ, അതിന്റെ സുസ്ഥിതി നിലനിർത്തേണ്ടതിനെ കുറിച്ചും ഒക്കെയാണ് പഠിച്ചത് അല്ലെ. പ്രകൃതിയുടെ സുസ്ഥിതി ഉണ്ടാവുമ്പോൾ എല്ലാം സുസ്ഥിതിയിലാവും, നല്ല സ്ഥിതിയിലാകും എന്നാണ് പറയുന്നത്. സർവേ ജന്തവഃ സ്വജീവനായ പരസ്പരം ആശ്രയന്തി. എല്ലാ ജന്തുക്കളും സ്വന്തം ജീവനത്തിനായിട്ട്, സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് പരസ്പരം ആശ്രയന്തി, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണായ ഹിതകരം ഭോജനം ആവശ്യകം ഭവതി. ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഹിതകരം, ശരീരത്തിന് ദോഷം ചെയ്യാത്തത് എന്നാണ് ഹിതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാവാം, പക്ഷെ അത് ചിലപ്പോ ഹിതമായിക്കൊള്ളണമെന്നില്ല, നമ്മുടെ ശരീരത്തിന് യോജിക്കുന്നതായിക്കൊള്ളണമെന്നില്ല, ദോഷം ചെയ്യാത്തതായിക്കൊള്ളണമെന്നില്ല.
എന്നാൽ ഹിതകരമായിട്ടുള്ള ഭോജനമാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യകം എന്ന് പറയുന്നുണ്ട്. ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഹിതമായിട്ടുള്ള ദോഷം ചെയ്യാത്ത ഭക്ഷണം വളരെ അത്യാവശ്യമാണ്. തദ്വത് വ്യായാമശ്ച, വെറും ഭോജനം ഹിതമായതുകൊണ്ട് മാത്രം ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കില്ല. വ്യായാമശ്ച ആവശ്യകം ഭവതി. ആരോഗ്യ വ്യായാമ പ്രതിപാദകാനി ചത്വാരി സുഭാഷിതാനി പഠാമഹ. ആരോഗ്യത്തെക്കുറിച്ചും വ്യായാമത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന 4 സുഭാഷിതങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ആമുഖം. ആധുനിക കാലേ ജനാനാം ജീവനശൈലി ബഹൂനാം രോഗാണാം ഹേതുർഭവതി. ആരോഗ്യ സംരക്ഷണായ രോഗാണാം പ്രതിരോധായ ച വ്യായാമഃ ആവശ്യക ഏവ. ആധുനിക കാലേ, ഇന്നത്തെ കാലത്ത് ജനാനാം ജീവനശൈലി ബഹൂനാം രോഗാണാം ഹേതുർഭവതി. നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചറിയാം അല്ലെ, നാട്ടിലൊക്കെ ഒരുപാട് ആശുപത്രികൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശുപത്രികൾ ഉണ്ടാകുന്നത്? രോഗികൾ കൂടുന്നത് കൊണ്ടാണ്. അത് രോഗികൾ കൂടാൻ കാരണം നമ്മുടെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. നമ്മുടെ നാവിന്റെ രുചിക്ക് അനുസരിച്ച് മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ അതിനു വേണ്ടി പൈസ മുടക്കുമ്പോൾ അതിന് ഇരട്ടി പൈസ നമ്മൾ രോഗിയായിട്ട് ആ അസുഖം ഭേദമാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ. അതാണ് പറയുന്നത്. ആധുനിക കാലേ, ഇന്നത്തെ കാലത്ത് ജനാനാം ജീവനശൈലി ബഹൂനാം രോഗാണാം ഹേതുർഭവതി. ഈ ജീവനശൈലി, ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ള ജീവനശൈലി ബഹൂനാം രോഗാണാം ഹേതുർഭവതി, ധാരാളം രോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണായ രോഗാണാം പ്രതിരോധായ ച വ്യായാമഃ ആവശ്യക ഏവ. ആരോഗ്യ സംരക്ഷണത്തിനായിക്കൊണ്ടും രോഗാണാം പ്രതിരോധായ, രോഗങ്ങളെ പ്രതിരോധിക്കാനായിക്കൊണ്ടും വ്യായാമഃ ആവശ്യക ഏവ. നമ്മൾ ഭക്ഷണം ധാരാളം കഴിക്കുന്നു എന്നേ ഉള്ളൂ, വ്യായാമം അതിനനുസരിച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഇന്നത്തെ കാലത്തെ ജനത ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് കൂടുതലും കയ്യിൽ മൊബൈലായിരിക്കും, ചിലപ്പോൾ TV കണ്ടുകൊണ്ട് കഴിക്കുന്നവരുണ്ടാവും. അപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന വ്യായാമം, എക്സസൈസുകൾ കിട്ടുന്നില്ല. അതൊക്കെ ഈ രോഗത്തിലേക്ക് നയിക്കാൻ കാരണമാകും. ജീവനശൈലി രോഗാഹ ഭവന്തി പ്രമേഹഃ, രക്താതിമർദ്ദഃ, ഭാരാധിക്യം, ഹൃദ്രോഗ ഇത്യാദയഃ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള അസുഖങ്ങളുടെ പേര് തന്നെയാണ്. പ്രമേഹം, ഷുഗർ, രക്താതിമർദ്ദം BP, അതുപോലെ ഭാരാധിക്യം അമിത ഭാരം, ഹൃദ്രോഗം ഹൃദയ സംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ, അതേപോലെ തന്നെ ധാരാളം അസുഖങ്ങൾ ഈ ജീവനശൈലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവയൊക്കെ ജീവനശൈലിയിലുള്ള ഒരു മാറ്റം കൊണ്ട്, ജീവനശൈലി പരിവർത്തനേന ഏതേഷാം രോഗാണാം നിവാരണം കർത്തും ശക്യതേ. ജീവിതശൈലിയിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും, അവയെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ ആമുഖത്തിൽ പറഞ്ഞു വെക്കുന്നത്. പാഠഭാഗത്തിലേക്ക് പോകാം. പ്രക്ഷാളനാധി പങ്കസ്യ ദൂരാദസ്പർശനം വരം ഇതി പ്രധാ അസ്തി. പങ്കസ്യ പ്രക്ഷാളനാധി ദൂരാത് അസ്പർശനം വരം. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി എന്നർത്ഥം. ചെളി നമ്മുടെ ദേഹത്ത് പറ്റിയിട്ട് പ്രക്ഷാളനം ചെയ്യണേക്കാൾ, കഴുകി കളയുന്നതിനേക്കാൾ നല്ലത് ദൂരാദസ്പർശനം വരം, അകലെ നിന്ന് തന്നെ അത് പറ്റാതെ നോക്കുന്നതാണ്. ചെളി നമ്മുടെ ദേഹത്ത്, മാലിന്യം നമ്മുടെ ദേഹത്ത് പറ്റാതെ നോക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ വരിയുടെ അർത്ഥം. അതിന്റെ മുഴുവൻ ശ്ലോകം ഇങ്ങനെയാണ്. ധർമാർത്ഥം യസ്യ വിത്തേഹ വരം തസ്യ നിരീഹത പ്രക്ഷാളനാധി പങ്കസ്യ ദൂരാദസ്പർശനം വരം. ധർമ്മത്തിനായി വിത്തത്തെ തേടായിക തന്നെ ഉത്തമം, മാലിന്യം കഴുകാമെന്നാൽ തൊടായിക ഹിതമേറ്റവും. മാലിന്യം കഴുകിക്കളയാൻ സാധിക്കും. മാലിന്യം പറ്റിക്കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ചെളി പറ്റിക്കഴിഞ്ഞാൽ അത് കഴുകിക്കളയാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് പറ്റാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. തദ്വത്, അതുപോലെ ചികിത്സാദേഹേ അപേക്ഷയാ അന്യേരുപായൈഹി സ്വാസ്ഥ്യമേവ വരം.
ചികിത്സാദേരപേക്ഷയാ ചികിത്സാദേഹേ അപേക്ഷയാ ചികിത്സാദേരപേക്ഷയാ അന്യൈരുപായൈഹി അന്യൈഹി ഉപായൈഹി സ്വാസ്ഥ്യം ഏവ വരം. ചികിത്സയെ അപേക്ഷിച്ച് നമുക്ക് അസുഖം വന്ന് നമ്മൾ ചികിത്സിക്കാറുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അന്യൈരുപായേഹി മറ്റുപായങ്ങളെ കൊണ്ട് രോഗം വരാതിരിക്കാൻ. രോഗം വരുമ്പോഴാണ് ചികിത്സിക്കേണ്ടി വരുന്നത്. അപ്പോൾ രോഗം വരാതിരിക്കാൻ, ആരോഗ്യവാനായിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് ഇവിടെ പറയുന്നത്. ചികിത്സാദേരപേക്ഷയ അന്യൈരുപായൈഹി സ്വാസ്ഥ്യമേവ വരം. ചികിത്സയെ അപേക്ഷിച്ച്, ചികിത്സ ഇല്ലാതെ തന്നെ മറ്റുപായങ്ങളെ കൊണ്ട് സ്വസ്ഥരായിരിക്കുക, ആരോഗ്യവാന്മാരായിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നമുക്ക് സുഭാഷിതത്തിലേക്ക് പോകാം. വിനാഭിഭേഷജൈർവ്യാധി പഥ്യാദേവ നിവർത്തത്തെ നതു പഥ്യവിഹീനസ്യ ഭേഷജാനാം ശതൈരപി. വിനാഭിഭേഷജൈർവ്യാധി പഥ്യാദേവ നിവർത്തത്തെ നതു പഥ്യവിഹീനസ്യ ഭേഷജാനാം ശതൈരപി. വിനാ അധികം അപി വിനാപി ഭേഷജൈഹി വ്യാധിഃ പഥ്യാദേവ പഥ്യാത് ഏവ നിവർത്തതേ നതു പഥ്യവിഹീനസ്യ ഭേഷജാനാം ശതൈഹി അപി. അസുഖം ഭേഷജൈഹി വിനാപി പഥ്യാദേവ നിവർത്തതേ. അസുഖങ്ങള്, വ്യാധിഹി അസുഖങ്ങള്, ഭേഷജൈഹി വിനാപി ഔഷധങ്ങളൊന്നും കൂടാതെ തന്നെ പഥ്യം ഒന്ന് കൊണ്ട് മാത്രം നമുക്ക് നിവാരണം ചെയ്യാൻ സാധിക്കും. പഥ്യവിഹീനസ്യ ശതൈരപി ഔഷധാനാം വ്യാധിഹി ന നിർവർത്തതേ. 100 കണക്കിന് ഔഷധങ്ങൾ കഴിച്ചാലും പഥ്യം ശീലിക്കാത്ത ഒരാൾക്ക് അസുഖം മാറാൻ സാധിക്കില്ല എന്നതാണ് ഇതിന്റെ സാമാന്യമായിട്ടുള്ള ഒരർത്ഥം. അത്ര ക്രിയാപദം കിം? നിവർത്തതേ. നിവർത്തതേ നിവാരണം ചെയ്യാൻ സാധിക്കും എന്നതാണ്, നിവാരണം ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. നശ്യതേ വ്യാധിഹി നിവർത്തതേ അല്ലെ. വ്യാധി അസുഖം ഒഴിവാക്കാൻ സാധിക്കും. കസ്മാദേവ നിവർത്തതേ? പഥ്യാദേവ വ്യാധിഹി നിവർത്തതേ. പഥ്യം കൊണ്ട് വ്യാധി നശിപ്പിക്കാൻ അല്ലെങ്കിൽ കളയാൻ സാധിക്കും, ഇല്ലാതാക്കാൻ സാധിക്കും. ഭേഷജൈഹി വിനാപി പഥ്യാദേവ വ്യാധിഹി നിവർത്തതേ. ഭേഷജൈഹി ഔഷധങ്ങളൊന്നും കൂടാതെ തന്നെ, ഭേഷജൈഹി വിനാപി ഔഷധങ്ങൾ കൂടാതെ തന്നെ പഥ്യാദേവ വ്യാധിഹി നിവർത്തതേ. പഥ്യം കൊണ്ട് വ്യാധി നിവർത്തിക്കാൻ സാധിക്കും. അപ്പം നിങ്ങൾക്കൊരു സംശയം വരാം, എന്താണ് ഈ പഥ്യം? നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. വീട്ടിൽ ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പഥ്യം പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സത്യത്തിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ മാത്രമാണോ നമ്മൾ പഥ്യം പാലിക്കേണ്ടത്? പഥ്യം എന്ന് പറഞ്ഞാൽ ഹിതമായിട്ടുള്ള ആഹാര വിഹാരങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാത്ത, ഗുണം മാത്രം ചെയ്യുന്ന ആഹാരങ്ങളും അതുപോലെ തന്നെ വിഹാരങ്ങളും. വിഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുളി, പല്ലതേപ്പ് പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ഒരു ജീവിതചര്യയാണ് പഥ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കൃത്യമായ ഒരു ജീവിതചര്യ ഉപയോഗിക്കുകയാണ്, അത് നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഭേഷജൈഹി വിനാപി വ്യാധിഹി നിവർത്തതേ. ഭേഷജങ്ങളൊന്നും കൂടാതെ, ഔഷധങ്ങളൊന്നും കൂടാതെ തന്നെ നമുക്ക് രോഗത്തെ തടയാൻ സാധിക്കും. ഇനിയോ പഥ്യവിഹീനസ്യ വ്യാധിഹി ഭേഷജാനാം ശതൈരപി ന നിവർത്തതേ. ഭേഷജാനാം ശതൈരപി 100 കണക്കിന് ഔഷധങ്ങൾ കഴിച്ചാലും പഥ്യവിഹീനസ്യ വ്യാധിഹി ന നിവർത്തതേ. പഥ്യം പാലിക്കാത്തപ്പോൾ ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട്, ധാരാളം പഞ്ചസാരയും കഴിക്കുന്നുണ്ട് വെച്ചാൽ അത് ഒരിക്കലും അത് ശരിയായി വരില്ല.
നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട്, അതിനനുസരിച്ച് തന്നെ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങളും നമുക്ക് ഒഴിവാക്കേണ്ടുന്ന സാധനങ്ങളും കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാറില്ല. ആ പഥ്യം ഓരോ ഭക്ഷണങ്ങൾ, ഓരോ മരുന്ന് കഴിക്കുമ്പോഴും ശീലിക്കേണ്ടുന്ന പഥ്യമുണ്ട്. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ മരുന്ന് കഴിച്ചാൽ ഉള്ള അസുഖം ഭേദാവുള്ളൂ. 100 കണക്കിന് മരുന്ന് കഴിച്ചാലും പഥ്യവിഹീനസ്യ വ്യാധി ന നിവർത്തതെ. പഥ്യം ശീലിക്കാത്ത ഒരാളുടെ വ്യാധി, രോഗം മാറുന്നില്ല. ഇതിന്റെ പദച്ഛേദങ്ങൾ നോക്കാം. പ്രക്ഷാളനാത് ഹി, പ്രക്ഷാളനാത് അധികം ഹി. വിനാപി, വിന അധികം അപി. ഭേഷജൈർവ്യാധി, ഭേഷജൈഹി അധികം വ്യാധി. പഥ്യാദേവ, പഥ്യാത് അധികം ഏവ. ശതൈരപി, ശതൈഹി അധികം അപി. അന്വയഃ വ്യാധിഃ ഭേഷജൈഃ വിനാപി പഥ്യാദേവ നിവർത്തതേ. സഹ തു പഥ്യവിഹീനസ്യ ഭേഷജാനാം ശതൈരപി ന നിവർത്തതേ. അന്വയാർത്ഥം രോഗഃ ഔഷധൈഃ വിനാപി ഹിതചര്യയാ ഏവ നശ്യതേ. സ രോഗഃ തു ഹിതചര്യാരഹിതസ്യ അനേകൈഃ ഔഷധൈരപി ന നശ്യതേ. രോഗഃ അസുഖം, ഔഷധൈഃ വിനാപി ഔഷധങ്ങളെല്ലാം ഒന്നും കൂടാതെ തന്നെ, ഹിതചര്യയാ ഹിതമായിട്ടുള്ള ചര്യ ശീലിക്കുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ജീവിത ശൈലി സ്വീകരിക്കുകയാണെങ്കിൽ, നശ്യതേ നശിച്ചു പോകുന്നു, രോഗം നശിച്ചു പോകുന്നു. സ രോഗഃ തു ആ രോഗം തന്നെ, ഹിതചര്യാരഹിതസ്യ ഹിതചര്യ ശീലമാക്കാത്ത ഒരാൾക്ക് അനേകൈഹി ഔഷധൈരപി ന നശ്യതേ. ധാരാളം എത്രയോ മരുന്നുകൾ കഴിച്ചാലും പഥ്യം ശീലിക്കാത്ത, ഹിതചര്യ ശീലിക്കാത്ത ഒരാൾക്ക് ആ അസുഖം മാറാൻ പോകുന്നില്ല എന്നാണ് ഈ സുഭാഷിതത്തിൽ പറയുന്നത്. ഭാവാർത്ഥം രോഗാഃ പ്രായഃ ഔഷധം വിനാപി പഥ്യാദേവ വിനശ്യതി. രോഗങ്ങള് സാധാരണയായിട്ട് ഔഷധം വിനാപി ഔഷധം കൂടാതെ തന്നെ പഥ്യാദേവ വിനശ്യതി പഥ്യം കൊണ്ട് മാത്രം നശിപ്പിക്കാൻ സാധിക്കും. പഥ്യവിഹീനാഃ തു ജനാഃ പഥ്യം ചെയ്യാത്ത, പഥ്യം ശീലമാക്കാത്ത ജനങ്ങൾക്ക് ബഹുഭിഃ ഔഷധൈഃ അപി ധാരാളം ഔഷധങ്ങൾ കഴിച്ചാലും അല്ലെങ്കിൽ അത് സേവിച്ചാലും രോഗശാന്തിം ന ലഭതേ രോഗശാന്തി ഉണ്ടാകുന്നില്ല. ഇതാണ് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ, സുഭാഷിതത്തിന്റെ അർത്ഥം. ഈ ശ്ലോകത്തിന്റെ അമരകോശത്തിൽ ഓരോ പദങ്ങൾക്കും പല പല സമാന പദങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വ്യാധിഹി സ്ത്രീരുഗ്രുജ ചോപതാപ രോഗവ്യാധി ഗദാമയാഃ. രുജ് രുജ ഉപതാപ രോഗ വ്യാധിഹി ഗദഃ ആമയാഃ. ഇതെല്ലാം വ്യാധിഹി എന്ന പദത്തിന് സമാനാർത്ഥക പദങ്ങളാണ്. ഭേഷജം ഭേഷജൌഷധ ഭൈഷജ്യാനി അഗതജായുരിത്യപി. ഭേഷജം ഔഷധം ഭൈഷജ്യം അഗതം ജായു മുതലായവയാണ് ഇതിന്റെ സമാനാർത്ഥക പദങ്ങൾ. ധാതുപരിചയം നിവർത്തതേ നി ഉപസർഗപൂർവക വൃത്തു വർത്തനെ ധാതോഹോ ആത്മനേപതി ലട്ട് പ്രഥമ പുരുഷേകവചനം. നിവർത്തതേ എന്നതിന്റെ പൂർണ്ണമായ അഡ്രസ്സ് നമ്മൾ കഴിഞ്ഞ തവണ ക്രിയാപദ പരിചയം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ ധാതുപരിചയവും. രണ്ടാമത്തെ സുഭാഷിതം ആരോഗ്യമേവ പരം ധനം തദർത്ഥം പോഷകാഃ ആഹാരാഃ അപേക്ഷിതാഃ. ആരോഗ്യം തന്നെയാണ് പരം ധനം, ഏറ്റവും വലിയ ധനം ആരോഗ്യം തന്നെയാണ്. തദർത്ഥം പോഷകാഃ ആഹാരാഃ അപേക്ഷിതാഃ. അതിനു വേണ്ടിയിട്ട് എന്താണ്? പോഷകങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ വേണ്ടതാണ്, അത് അത്യാവശ്യമാണ്. കേവലേന ഹിതഭോജ്യേനൈവ ആരോഗ്യം ലഭതേവ. കേവലം ഹിതഭോജ്യം കഴിച്ചതുകൊണ്ട് മാത്രം ആരോഗ്യം ലഭിക്കുമോ?
പുനഃ കിം ആവശ്യകം, പിന്നെന്താണ് ആവശ്യമുള്ളത്? വ്യായാമശ്ച അപേക്ഷിത. നമ്മൾ ഭക്ഷണം കഴിച്ചു, ഹിതാഹാരം കഴിച്ചു, അവിടെ ഇരുന്നു, അതുകൊണ്ട് നമുക്ക് സ്വസ്ഥനാവാൻ സാധിക്കില്ല. ഹിതാഹാരം കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ വ്യായാമം കൂടെ ഒപ്പം കൊണ്ടുപോയാലേ നമുക്ക് സ്വസ്ഥനാവാൻ സാധിക്കുള്ളൂ. ആരോഗ്യ സംരക്ഷണേ വ്യായാമസ്യ ആവശ്യകതാം പ്രതിപാദയതി. ആരോഗ്യ സംരക്ഷണത്തിൽ ഈ വ്യായാമത്തിന് എന്താണ്, വ്യായാമത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നന്നായി അധ്വാനിക്കുന്നവര്, കൂലിപ്പണിയൊക്കെ എടുക്കുന്ന, നന്നായി വേർത്ത് പണിയെടുക്കുന്ന ആൾക്കാർ പൊറോട്ട കഴിക്കുന്നുണ്ടല്ലോ. പൊറോട്ട ശരീരത്തിന് നല്ലതല്ല അല്ലേ? മൈദ കൊണ്ട് ഉണ്ടാക്കണതാണ്. അത് നന്നായി അധ്വാനിക്കുന്നവർ കഴിക്കുമ്പോൾ അത് വേണ്ട രീതിയിൽ ദഹിക്കുന്നുണ്ട്. അല്ലാതെ നമ്മളെ പോലെ ഹിതം ആയിട്ടുള്ളത് കഴിച്ചു കഴിഞ്ഞാലും കാര്യമായിട്ടൊന്നും അധ്വാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥതയിലേക്ക് വരാൻ കുറച്ച് പ്രയാസമാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ വ്യായാമം കൂടെ ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ആരോഗ്യവാനായിട്ട് ഇരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. വ്യായാമം കുർവതോ നിത്യം വിരുദ്ധമപി ഭോജനം വിദഗ്ധമവിദഗ്ധം വാ നിർദോഷം പരിപച്യത്തെ. വ്യായാമം കുർവതോ നിത്യം വിരുദ്ധമപി ഭോജനം വിദഗ്ധമവിദഗ്ധം വാ നിർദോഷം പരിപച്യത്തെ. വ്യായാമം കുർവതഃ നിത്യം വിരുദ്ധം അപി ഭോജനം വിദഗ്ധം അവിദഗ്ധം വാ നിർദോഷം പരിപച്യത്തെ. വ്യായാമം, സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണമാണെങ്കിലും എല്ലാം തന്നെ വ്യായാമം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് ദോഷമൊന്നും കൂടാതെ തന്നെ പരിപച്യതേ, അത് ദഹിച്ചു പോകും എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിന്റെ സാമാന്യമായൊരർത്ഥം. അത്ര ക്രിയാപദം പരിപച്യതേ. കിം പരിപച്യതേ? ഭോജനം പരിപച്യതേ, ഭക്ഷണം ദഹിക്കുന്നു. പരിപച്യതേ, ദഹിക്കുന്നു. ഭോജനം പരിപച്യതേ, ഭക്ഷണം ദഹിക്കുന്നു. എങ്ങനെയാണ്? കഥം പരിപച്യതേ? നിർദോഷം പരിപച്യതേ. ഭോജനം നിർദോഷം പരിപച്യതേ, ഭക്ഷണം ദോഷമൊന്നും കൂടാതെ തന്നെ ദഹിക്കുന്നു. കീദൃശം ഭോജനം? വിരുദ്ധമഭിഭോജനം നിർദോഷം പരിപച്യതേ. വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും ദോഷമൊന്നും കൂടാതെ ദഹിക്കുന്നു. പുനഃ കീദൃശം? വിദഗ്ധം അവിദഗ്ധം വ വിരുദ്ധമപി ഭോജനം തത് വിദഗ്ധം അവിദഗ്ധം വ. ദഹിക്കാൻ എളുപ്പമുള്ളതോ അല്ലാത്തതോ ആകട്ടെ, എങ്ങനെയാണെങ്കിലും വിരുദ്ധമായിട്ടുള്ളതാണെങ്കിലും അത് ഭോജനം പരിപച്യതേ, നിർദോഷം പരിപച്യതേ, ദോഷമൊന്നും കൂടാതെ അത് ദഹിക്കുന്നു. ആർക്കാണത്? കേശാം ഭോജനം നിർദോഷം പരിപച്യതേ? നിത്യം വ്യായാമം കുർവതഃ വിരുദ്ധമപി ഭോജനം വിരുദ്ധമപി വിദഗ്ധം അവിദഗ്ധം വ ഭോജനം നിർദോഷം പരിപച്യതേ. വ്യായാമം ചെയ്യുന്ന, സ്ഥിരമായി വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക് വിരുദ്ധമായിട്ടുള്ളതോ ദഹിക്കാൻ പ്രയാസമുള്ളതോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ ദോഷമൊന്നും കൂടാതെ തന്നെ ദഹിക്കുന്നു. അതിന് കാരണം വ്യായാമം ചെയ്യുന്നു എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ച് അവിടെ അങ്ങനെ അടങ്ങിയിരിക്കുകയല്ല, അതിനെ ദഹിപ്പിക്കാനുള്ള അഗ്നി ഉള്ളിലുണ്ടാക്കുന്നുണ്ട്, ശരീരം അനങ്ങി പണിയെടുക്കുന്നതിലൂടെ. അങ്ങനെ വ്യായാമം ചെയ്യുന്നവർക്ക് ഏത് ഭക്ഷണം കഴിച്ചാലും ദോഷമൊന്നും കൂടാതെ ദഹിക്കും എന്നതാണ് പറയുന്നത്. പദച്ഛേദഃ കുർവതോ നിത്യം. കുർവതഃ അധികം നിത്യം, കുർവതോ നിത്യം. അന്വയഃ നിത്യം വ്യായാമം കുർവതഃ വിരുദ്ധമപി ഭോജനം വിദഗ്ധം അവിദഗ്ധം വ നിർദോഷം പരിപച്യത്തെ. സതതം അന്വയാർത്ഥഃ സതതം പരിശ്രമം ആചരതഃ വിപരീതമപി ഭക്ഷണം ജീർണം അജീർണം വ ദോഷം വിനൈവ ദഹ്യത്തെ.
സതതം പരിശ്രമം ആചരത, എല്ലായ്പ്പോഴും പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന, വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വിപരീതം അഭിഭക്ഷണം, വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും ജീർണം അജീർണം വ, ദഹിക്കാൻ കഴിയുന്നതോ ദഹിക്കാൻ കഴിയാത്തതോ അജീർണമോ ആയിട്ടുള്ള ഭക്ഷണമാണെങ്കിലും ദോഷം വിനൈവ, ദോഷമൊന്നും കൂടാതെ, ശരീരത്തിന് ദോഷമൊന്നും ഉണ്ടാക്കാതെ ദഹ്യതേ, ദഹിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ശരീരത്തോട് യോജിച്ച് ശരീരകോശങ്ങളായി മാറുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഭാവാർത്ഥം: പ്രതിദിനം വ്യായാമം ആചരതഃ ജനസ്യ വിരുദ്ധമപി ഭക്ഷണം ജീർണം അജീർണം വാ ഭവതു തത് കമപി ദോഷം വിനൈവ ദഹ്യത്തെ. പ്രതിദിനം വ്യായാമം ആചരതഃ, ദിവസവും വ്യായാമം ആചരതഃ ജനസ്യ, ആചരിക്കുന്ന ജനങ്ങൾക്ക് വിരുദ്ധമപി ഭക്ഷണം, വിരുദ്ധമായിട്ടുള്ള ഭക്ഷണമോ ജീർണം അജീർണം വ ഭവതു, അവ ദഹിക്കുന്നതോ ദഹിക്കാൻ പ്രയാസമുള്ളതോ ആവട്ടെ, തത് കമപി ദോഷം വിനൈവ ദഹ്യതേ, യാതൊരു ദോഷവും കൂടാതെ തന്നെ അത് ദഹിക്കുന്നു എന്നാണ് ഈ സുഭാഷിതത്തിന്റെ അർത്ഥം. കോശഃ: ഭോജനം, ജഗ്ഭിസ്തു ഭോജനം ജേമനം ലേഹ ആഹാരോ നിഖാസോ ജ്ഞാത ഇത്യപി. ജഗ്ഭിഃ ഭോജനം, ജേമനം, ലേഹഃ ആഹാരഃ, നിഖാസഃ, ജ്ഞാത, ഇതെല്ലാം ഭോജനം എന്നതിന്റെ സമാനാർത്ഥക പദങ്ങളാണ്. മൂന്നാമത്തെ സുഭാഷിതത്തില് ആരാണ് ആരോഗ്യവാൻ എന്ന് ആയുർവേദ വിധിപ്രകാരം പറയുന്നുണ്ട്. ആരോഗ്യശാസ്ത്രാനുസാരം സ്വസ്ഥഃ കഃ ഇതി പ്രസ്തൗതി. ആരോഗ്യശാസ്ത്രം അനുസരിച്ച് സ്വസ്ഥനാരാണ്, ആരോഗ്യവാൻ ആരാണ് എന്ന് ഇവിടെ പ്രസ്താവിക്കുന്നു. സമദോഷ സമാഗ്നിശ്ച സമധാതുമലക്രിയഃ പ്രസന്നാത്മേന്ദ്രിയമനാഃ സ്വസ്ഥ ഇത്യഭിധീയതേ. സമദോഷ സമാഗ്നിശ്ച സമധാതുമലക്രിയഃ പ്രസന്നാത്മേന്ദ്രിയമനാഃ സ്വസ്ഥ ഇത്യഭിധീയതേ. സമദോഷഃ സമാഗ്നിഃ ച സമധാതുമലക്രിയഃ പ്രസന്നാത്മേന്ദ്രിയമനാഃ സ്വസ്ഥഃ ഇതി അഭിധീയതേ. അഭിധീയതേ അറിയപ്പെടുന്നു, ഇങ്ങനെ കരുതപ്പെടുന്നു. കഹ അഭിധീയതേ? സ്വസ്ഥഃ അഭിധീയതേ, ആരോഗ്യവാൻ എന്ന് കരുതപ്പെടുന്നു. കീദൃശഃ സ്വസ്ഥഃ അഭിധീയതേ? സമദോഷഃ സമാഗ്നിഃ സമധാതുമലക്രിയഃ പ്രസന്നാത്മേന്ദ്രിയമനാഃ സ്വസ്ഥഃ ഇത്യഭിധീയതേ. പദച്ഛേദഃ: സമാഗ്നിശ്ച, സമാഗ്നിഃ അധികം ച സമാഗ്നിശ്ച, ഇത്യഭിധീയതേ, ഇതി അധികം അഭിധീയതേ, ഇത്യഭിധീയതേ. വിഗ്രഹഃ: സ്വസ്ഥഃ, സ്വസ്മിൻ തിഷ്ഠതി ഇതി സ്വസ്ഥഃ. സമദോഷഃ, സമാഃ ദോഷാഃ യസ്യ സഃ സമദോഷഃ. സമാഗ്നിഃ, സമഃ അഗ്നിഃ യസ്യ സഃ സമാഗ്നിഃ. പ്രസന്നാത്മേന്ദ്രിയമനാഃ, ആത്മാ ച ഇന്ദ്രിയശ്ച മനശ്ച ആത്മേന്ദ്രിയമനാംസി. പ്രസന്നാനി ആത്മേന്ദ്രിയമനാംസി യസ്യ സഃ പ്രസന്നാത്മേന്ദ്രിയമനാഃ. അന്വയഃ: സമദോഷഃ സമാഗ്നിഃ സമധാതുമലക്രിയഃ പ്രസന്നാത്മേന്ദ്രിയമനാഃ സ്വസ്ഥഃ ഇത്യഭിധീയതേ. സമദോഷഃ, ആയുർവേദത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാതം, പിത്തം, കഫം എന്നൊക്കെ അല്ലെ. ഈ 3 ദോഷങ്ങള് സമമായിട്ടുള്ള അവസ്ഥയിൽ നിന്നാലേ ആരോഗ്യവാനാവാൻ സാധിക്കുള്ളൂ, ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അതിന് കൃത്യമായ ഒരു കണക്കുണ്ട്. ആ കണക്കിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വാദപിത്ത കഫങ്ങളിലെ ഒന്ന് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ
ആ അസുഖങ്ങൾ വാദാണ് കൂടുതലെങ്കിൽ വാദസംബന്ധിയായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവും. കഫാണ് കൂടുതലെങ്കിൽ കഫപ്രധാനമായിരിക്കും അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവുക. അങ്ങനെ അതിനെ ഒരേപോലെ സമമായി നിന്നാലേ അവർക്ക് സ്വസ്ഥനാണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതേപോലെ സമാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 തരത്തിലുള്ള അഗ്നികളാണ് ഉള്ളത്. സമാഗ്നി, വിഷമാഗ്നി, തീക്ഷ്ണ അഗ്നി, മന്ദാഗ്നി. ഈ 4 അഗ്നികളും സമമായ അവസ്ഥയിൽ നിൽക്കണം. അങ്ങനെയുള്ളവനെ ആരോഗ്യവാനാവുകയുള്ളൂ. സമധാതു മലക്രിയ സപ്തധാതൂനാം സമത്വം തഥാ മൂത്രപുരീഷാദി ക്രിയ. എന്തൊക്കെയാണ് സപ്തധാതുക്കൾ ഏതൊക്കെയാന്ന് വെച്ചാൽ രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം. ഇവയാണ് സപ്തധാതുക്കൾ. ഇവയുടെയൊക്കെ സാമ്യാവസ്ഥ ഉണ്ടാവണം. അതുപോലെ മൂത്രപുരീഷാദി ക്രിയകളുടെ സാമ്യാവസ്ഥ ഉണ്ടാവണം. പ്രസന്നാത്മേന്ദ്രിയമനാഹ പ്രസന്നഭാവത്വേന ആത്മാ ഇന്ദ്രിയാണി മനഃ ച യസ്യ സഹ. ആനന്ദത്തോടുകൂടെ, മനസ്സിൽ സന്തോഷത്തോടുകൂടെ ഉള്ള മനസ്സ്, അതേപോലെ ആത്മാവ്, ശരീരം, ഇന്ദ്രിയങ്ങൾ, ഇവയെല്ലാം പ്രസന്നമായിരിക്കുന്ന ഒരാളാണ് സ്വസ്ഥൻ എന്നറിയപ്പെടുന്നത്, ആരോഗ്യവാൻ എന്നറിയപ്പെടുന്നത്. അതായത് 3 ദോഷങ്ങളും സമമായ അവസ്ഥയിലുള്ളവനും, അതുപോലെ അഗ്നികൾ, സമാഗ്നി 4 അഗ്നികളും ഒരുപോലെ നിൽക്കുന്നവനും, സപ്തധാതുക്കളും മൂത്ര, പുരീഷം മുതലായവയും സമമായി നിൽക്കുന്നവനും, മനസ്സ്, ഇന്ദ്രിയം മുതലായവയെല്ലാം, ആത്മാവ് എല്ലാം പ്രസന്നമായിട്ട് നിൽക്കുന്നവനുമായിട്ടുള്ള യാതൊരുവനുണ്ടോ അവനാണ് സ്വസ്ഥൻ എന്നാണ് ആയുർവേദ ശാസ്ത്രപ്രകാരം പറയുന്നത്. ഭാവാർത്ഥം: യസ്യ ദോഷാഃ അഗ്നിഃ മൂത്രപുരീഷക്രിയാഃ ച ക്രിയാഃ സമാഃ തഥാ ആത്മാ മനഃ ഇന്ദ്രിയാണി ച പ്രസന്നാനി ഭവന്തി സഹ സ്വസ്ഥ ഇത്യുച്യത്തെ. ആരാണ് സ്വസ്ഥൻ? യസ്യ ദോഷാഃ അഗ്നിഃ മൂത്രപുരീഷക്രിയാഃ സമാഃ. യാതൊരുവന്റെ ദോഷങ്ങള്, ത്രിദോഷങ്ങള്, 4 അഗ്നികള്, മൂത്രപുരീഷക്രിയകളെല്ലാം സമമായിട്ട് നിൽക്കുന്നുവോ അതുപോലെ തന്നെ ആത്മാ മനഃ ഇന്ദ്രിയാണിച്ച, ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയം ഇവയെല്ലാം പ്രസന്നമായിട്ട് ഇരിക്കുന്നുവോ അവൻ സഹ സ്വസ്ഥഃ ഇതി ഉച്യത്തെ. അവനെ സ്വസ്ഥൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നവനെ മാത്രമേ നമുക്ക് ആരോഗ്യവാനെന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. 4ാമത്തെ സുഭാഷിതം: വയം കിമർത്ഥം ഖാദാമഹ. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്? ഭോജനസ്യ പ്രയോജനാനി കാനീതി ഭവന്തഃ ജാനന്തി വാ. ഭക്ഷണത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? സുശ്രുതഃ സ്വസ്യ ഗ്രന്ഥേ ആഹാരസ്യ പ്രയോജനാനി ഏവം വദതി. ആഹാരത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് സുശ്രുതൻ തന്റെ ഗ്രന്ഥത്തിൽ ഇപ്രകാരത്തിൽ പറയുന്നു. സുഭാഷിതം: ആഹാരപ്രീണന സദ്യോ ബലകൃദ്ദേഹധാരകഃ ആയുസ്തേജസ്സമുത്സാഹ സ്മൃത്യോജോഗ്നിവിവർധനഃ. ഇവിടെ സ്മൃത്യേജോ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സ്മൃത്യോജോഗ്നി വിവർധനഃ എന്നാണ് വേണ്ടത്. ആഹാരപ്രീണന സദ്യോ ബലകൃദ്ദേഹധാരകഃ ആയുസ്തേജസ്സമുത്സാഹ സ്മൃത്യോജോഗ്നിവിവർധനഃ. ആഹാരഃ പ്രീണനഃ സദ്യഃ ബലകൃത് ദേഹധാരകഃ ആയുഃ തേജഃ സമുത്സാഹഃ സ്മൃത്യോജോഗ്നിവിവർധനഃ. ആഹാരം എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ആഹാരത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിലെ പദച്ഛേദങ്ങൾ: പ്രീണന സദ്യോ ബലകൃദ്ദേഹധാരകഃ. പ്രീണനഃ അധികം സദ്യഃ അധികം ബലകൃത് അധികം ദേഹധാരകഃ.
ആയുസ്തേജഃ, ആയുഃ അധികം തേജഃ. വിഗ്രഹഃ ബലകൃത്, ബലം കരോതി ഇതി ബലകൃത്. ദേഹധാരകഃ, ദേഹധാരണം കരോതി ഇതി ദേഹധാരകഃ. ആഹാരഃ പ്രീണനഃ സദ്യഃ ബലകൃത് ദേഹധാരകഃ ആയുഃ തേജഃ സമുത്സാഹഃ സ്മൃത്യോജോഗ്നിവിവർദ്ധനഃ ച ഭവതി എന്നാണ് ഇതിന്റെ അന്വയം പറയേണ്ടത്. ഭോജനം തോഷദായകഃ സപദി, ബലദായകഃ ശരീരധാരി ജീവനകാലഃ, ദ്യുതിഃ സക്രിയഃ സ്മരണശക്തി ജഠരാഗ്നി വിവർദ്ധനഃ ച അസ്തി. അതായത് ആഹാരം പ്രീണനഃ, ആഹാരം തോഷദായകഃ, ആഹാരം എന്നത് സന്തോഷത്തെ തരുന്നതാണ് ആഹാരം. ബലകൃത്, ബലത്തെ തരുന്നതാണ്. നമുക്ക് ശരീരത്തിന് ബലം ഉണ്ടാകണമെങ്കിൽ കുട്ടികളോടൊക്കെ പറയും നന്നായി ഭക്ഷണം കഴിക്കണം, എന്നാലേ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയൂല്ലേ. അതേപോലെ ബലം തരുന്നതാണ്, ബലത്തെ തരുന്നതാണ്. ദേഹധാരകഃ, ദേഹത്തെ ധരിക്കുന്നതാണ്. ആയുഹു തേജഃ സമുത്സാഹഃ, ഭക്ഷണം ആയുസ്സാണ്, അത് തേജസ്സാണ്, ഉത്സാഹമാണ്. അതേപോലെ തന്നെ സ്മൃതി, ഓജസ്, അഗ്നി ഇവയെല്ലാം വർദ്ധിപ്പിക്കുന്നതാണ് ആഹാരം. സ്മൃതി ഓർമ്മ, അല്ലെ, ഓർമ്മശക്തി ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ഓജസ് നമുക്ക് എനർജി ഉണ്ടാവണമെങ്കിൽ. അഗ്നി വിവർദ്ധനഃ, നമ്മുടെ ഉള്ളിലുള്ള ദഹിപ്പിക്കുന്ന അഗ്നിയെ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെയും ആഹാരം നല്ലതുപോലെ കഴിക്കണം. ആഹാരത്തിന്റെ പ്രയോജനങ്ങളായിട്ട് ഇതെല്ലാം പറയുന്നുണ്ട്. ഭാവാർത്ഥം: ആഹാരഃ ഇന്ദ്രിയാണി പ്രസാദയതി, ആഹാരം ഇന്ദ്രിയങ്ങളെ പ്രസാദിപ്പിക്കുന്നു, ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രസാദിപ്പിക്കുന്നു. ശീഘ്രം ബലകാരകഃ ഭവതി, ഭക്ഷണം ഇപ്പൊ നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണെന്ന് വിചാരിക്കാം, വിശന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും, നമുക്ക് ശരീരത്തിന് ഒരു ബലം വന്ന പോലെ തോന്നും അല്ലെ. അങ്ങനെ ബലകാരകഃ, ബലകാരകനാണ്. ശരീരം ധാരയതി, ശരീരത്തെ നിലനിർത്തുന്നതാണ്. ആയുഹു തേജഃ ഓജഃ ഉത്സാഹം സ്മൃതിശക്തി ജഠരാഗ്നിം ച വർദ്ധയതി. ആയുസ്, തേജസ്, ഓജസ്, ഉത്സാഹം, സ്മൃതിശക്തി, ഓർമ്മശക്തി, ജഠരാഗ്നി ഇവയെല്ലാം വർദ്ധിപ്പിക്കുന്നതുമാണ് ആഹാരം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് പഥ്യം ശീലിക്കുകയാണെങ്കിൽ, ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ഹിതമായത് മാത്രം ഭക്ഷിക്കുക എന്ന ഒരു ജീവിതശൈലിയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഔഷധങ്ങളൊന്നും കൂടാതെ തന്നെ എന്ത് ചെയ്യാം, വ്യാധിയെ ദൂരത്താക്കാൻ സാധിക്കും. എന്നാൽ പഥ്യം ശീലിക്കാത്ത ഒരാൾക്ക് എത്രയധികം ഔഷധങ്ങൾ കഴിച്ചാലും രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല എന്നതാണ് പറഞ്ഞത്. 2, നമ്മൾ ഹിതാഹാരം ശീലിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയില്ല. അതോടൊപ്പം നമ്മൾ വ്യായാമം കൂടെ ശീലിക്കണം. വ്യായാമം ശീലിച്ചു കഴിഞ്ഞാൽ വിരുദ്ധമായിട്ടുള്ളതാവട്ടെ, ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരം അതിനെ ദഹിപ്പിച്ചോളും, ദഹിപ്പിച്ച് ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്തോളും എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തത് സ്വസ്ഥൻ എങ്ങനെയായിരിക്കണം, ആരോഗ്യവാൻ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതില് സമദോഷഃ സമാഗ്നിശ്ച സമധാതുമലക്രിയാഃ, അല്ലെ, ഓരോ ദോഷങ്ങള്, ത്രിദോഷങ്ങള്, അതുപോലെ അഗ്നികള്, ധാതുക്കള് ഇവയെല്ലാം സമമായിരിക്കുന്ന അവസ്ഥയിലുള്ളവനും, അതുപോലെ പ്രസന്നാത്മേന്ദ്രിയ മനാഹ, ആത്മാവ്, ഇന്ദ്രിയം, മനസ്സ് മുതലായവയെല്ലാം പ്രസന്നമായിരിക്കുന്നവനുമായിട്ടുള്ള യാതൊരാളുണ്ടോ അയാളാണ് സ്വസ്ഥൻ എന്ന് ഇവിടെ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. നാലാമത്തെ ശ്ലോകത്തില് എന്തിനു വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാണ് ചോദിച്ചത് അല്ലെ. ഭക്ഷണത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. എന്തൊക്കെയാണ് ഭക്ഷണത്തിന്റെ പ്രയോജനങ്ങൾ? ഭക്ഷണം നമുക്ക് തോഷദായക, സന്തോഷത്തെ തരുന്നു. അതുപോലെ ബലകൃത്, ബലത്തെ തരുന്നു. അതുപോലെ ഓജസ്, സ്മരണശക്തി
എന്നിവയെല്ലാം വർദ്ധിപ്പിക്കുന്നു. അഗ്നിവർദ്ധനമാണ്. അങ്ങനെ 4 സുഭാഷിതങ്ങളാണ് നമ്മളിവിടെ ആരോഗ്യത്തെ പറ്റിയും വ്യായാമത്തെ പറ്റിയിട്ടും പഠിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ കാലത്തുള്ള മക്കളോട് പ്രത്യേകം പറയാനുള്ളതാണ്, ഭക്ഷണം നമ്മുടെ രുചിക്കനുസരിച്ച് മാത്രമായി കഴിക്കാതെ നമ്മുടെ ശരീരത്തിന് നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലത് മാത്രം ഭക്ഷിക്കുക. ഒപ്പം തന്നെ വ്യായാമം ചെയ്യാനും മറക്കാതിരിക്കുക. അത് നിങ്ങളെ ആരോഗ്യവാനാക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, താളാനുസാരം ശ്ലോകാൻ ആലപതു. താളാനുസരിച്ച് ശ്ലോകങ്ങൾ ചൊല്ലുക. ശ്ലോകാനാം ആശയം സ്വവാക്യേഹി ലിഖതു. ഇപ്പോൾ നിങ്ങൾ ശ്ലോകങ്ങളുടെ ആശയമൊക്കെ മനസ്സിലാക്കി അത് സ്വന്തം വാക്കുകളിൽ, ചെറിയ ചെറിയ വാക്കുകളിലായിട്ട് എഴുതുക. ആരോഗ്യ വിഷയെ ലഘു ടിപ്പണിം ലിഖതു. ആരോഗ്യ വിഷയത്തിൽ ലഘു ടിപ്പണി എഴുതാൻ, ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യ വിഷയം എന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് വരിക? ആരോഗ്യം ഉള്ളയാളാരാണ്, ഇന്നത്തെ ജനതയുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ വരണം. അതേപോലെ ഭാഷാശുദ്ധി ഉണ്ടാകണം. ആശയം മനസ്സിലാക്കിയിട്ട് വേണം വാക്യത്തിന് കൃത്യമായ ഘടനയുണ്ടാവണം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കാം. ശ്ലോകാനാം ഗദ്യക്രമം ലിഖതു. ഗദ്യക്രമം എന്ന് പറഞ്ഞാൽ അന്വയം തന്നെയാണ്, അത് പാഠഭാഗത്തിലുണ്ട്, അത് നിങ്ങൾ എഴുതുക. സ്വാസ്ഥ്യ പ്രതിപാദകാനി സുഭാഷിതാനി സമാഹൃത്യ സമ്പുടം നിർമ്മാതു. സ്വാസ്ഥ്യ പ്രതിപാദകാനി, ആരോഗ്യത്തെ സംബന്ധിക്കുന്ന സുഭാഷിതങ്ങൾ സമാഹൃത്യ, ശേഖരിച്ചിട്ട് ഒരു പതിപ്പ് തയ്യാറാക്കുക. എല്ലാവരും ഓരോ സുഭാഷിതങ്ങൾ സംഘടിപ്പിക്കുക, അതൊരു പതിപ്പാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അത്രയാണ് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ പാഠം പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠവുമായിട്ട് നമുക്ക് കാണാം. വന്ദേ സംസ്കൃത മാതരം.